ചുരുളിയില് നമ്മൾ കേൾക്കാത്ത തെരുവല്ലോ ഒത്തിരി സാധനങ്ങളുണ്ട്, ഒരുപാട് സാധനങ്ങൾ. ഇതെന്താ ഇതൊരു മറ്റേ ഒരു സ്റ്റേം ഡെക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. നമ്മള് മറ്റേ ഇത് ആയിട്ട് കണക്ട് ചെയ്ത് വള്ളി പിടിക്കാൻ വേണ്ടിട്ട് എല്ലാ വള്ളിക്കും ഇതാണ് പിടിക്കുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ട വർക്ക് 1:50 നേരത്തെ മയക്കം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വർക്കാണ്. എനിക്ക് അതിനകത്ത് ഇപ്പോഴും എന്തൊക്കെയോ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളൊരു തോന്നല് ഒക്കെ എനിക്ക് എപ്പോഴും ഇടയ്ക്ക് വരാറുണ്ട്. എടാ ഇതിപ്പോ എന്റെ കാര്യം ഞാൻ പഠിച്ചിട്ടില്ല, ഈ സംഭവം ഞാൻ പഠിച്ചിട്ടില്ല. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. ഐ അപ്രീഷിയേറ്റ് യു. 2 അപ്രീസിയേഷൻ ആയിട്ടാണ് എന്റെ. എന്താണ് കാണിക്കുന്നത്? ഫസലേടാ ഞാൻ വന്നിട്ട് കുറച്ചൊരു അതായത് എന്താണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്? എടാ ഇത് സൗണ്ട് മിക്സിംഗിൽ എന്റെ ജോലി ചെയ്തല്ലേ. അതല്ലെന്ന്, ഇതെങ്ങനെയാണ് നമുക്ക് പറ്റോ? ഇതെന്താണ് കൊണ്ട് നടപടിയാവും തോന്നല. ഇത് ഒത്തിരി ബുദ്ധിമുട്ടാണ് പരിപാടി പിടിക്കാനായിട്ട്. ഈ സാധനമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇല്ലടാ നടക്കൂല, ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണത്. എങ്ങനെയാണ് അപ്പൊ ഇതിന്റെ പരിപാടി? ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞാലേ ഇപ്പൊ എങ്ങനെയാണ് ഈ അവാർഡൊക്കെ കിട്ടിയത്? എടാ അവാർഡ് കിട്ടിയത് ഇപ്പൊ എനിക്ക് കിട്ടിയത് മഞ്ഞുമൽ ബോയ്സിനാണല്ലോ. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളതിലേക്ക് എത്തിയത്. ഇതെന്താ ഇതൊരു മറ്റേ ഒരു സ്റ്റേം ഡെക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. നമ്മള് മറ്റേ ഇത് ആയിട്ട് കണക്ട് ചെയ്ത് വള്ളി പിടിക്കാൻ വേണ്ടിട്ട് എല്ലാ വള്ളിക്കും ഇതാണ് പിടിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് പരിപാടി? എങ്ങനെയാണ് മിക്സിംഗ് എന്ന് പറഞ്ഞാലേ ഇപ്പൊ നമ്മള് ഈ നമ്മളെ കൊണ്ടുതരും ഡയറക്ടർ ഇതിന്റെ പരിപാടികളൊക്കെ മൊത്തം കൊണ്ടുതരും. നമുക്ക് ഈ സൗണ്ടും സൗണ്ട് എഫക്ട്സ് കൊണ്ടുതരും, പിന്നെ ഇതിന്റെ മ്യൂസിക് കൊണ്ടുതരും, ഡയലോഗ് കൊണ്ടുതരും, എല്ലാം കൂടി കൊണ്ടുതരും. പിന്നെ നമ്മൾ അതിരുന്നൊരു പരിപാടി പിടിച്ച് സെറ്റാക്കി ആൾക്കാർക്ക് കാണാവുന്ന രീതിയിൽ, കാണാവുന്ന മാത്രമല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പൊ ഒരു തോക്കൊക്കെ വെച്ച ഒരാളുടെ വീഡിയോ ഒക്കെ ഞെട്ടണം. മനസ്സിലായില്ലേ? മഞ്ഞുമൽ ബോയ്സിലെ വവ്വാലിങ്ങനെ പറന്നു പോയില്ലേ? പിന്നെ മറ്റേ വാലിബല് കണ്ടല്ലോ, മറ്റേ വാൻ ആ സാധനം നമ്മൾ ചെയ്യണോ? ഇതൊക്കെ മച്ചാറുണ്ടാക്കിയാണ്, ഉണ്ടാക്കിയതല്ല, ഇത് എല്ലാവരും കൂടെ ഉണ്ടാക്കണത്. നമ്മളത് അതിനൊന്ന് തള്ളി ഒന്ന്, അതായത് ഒരു ലെവലിൽ പിടിച്ച് ഒരു വള്ളി അങ്ങനെ പിടിക്കും കലക്കി. അപ്പൊ ഇപ്പൊ പരിപാടികൾ എന്തൊക്കെയാണ് നടക്കണത്? ഇപ്പൊ ഒരുപാട് പടങ്ങളുണ്ട്, ഒരു 3-4 അവാർഡ് കിട്ടിയപ്പോ തിരക്ക് ഉണ്ടായി. അവാർഡ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്, പക്ഷെ തിരക്ക് നമുക്ക് ഉണ്ട്. ഈ മിക്സിങ് അല്ല, ഈ റെക്കോർഡിസ്റ്റ് അങ്ങനെ സംഭവില്ലേ? സൗണ്ട് ഡിസൈനിങ്. എടാ സൗണ്ടിൽ ഒരുപാട് ഡെസിഗ്നേഷൻസ് ഉണ്ട്. എനിക്ക് മാത്രം ഇതിങ്ങനെ ഭയങ്കര വലിയ സംഭവമായിട്ടും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചിരുന്നാലും മാത്രമേ നമുക്ക് നല്ല സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് കാര്യം മാത്രം ഉണ്ടോ പറയണത്. അതായത് ഇപ്പൊ ഒരു പടം, അതിന്റെ ലൊക്കേഷനിൽ ബൂം പിടിച്ചു നിൽക്കണ ചേട്ടൻ, ആ ബൂം ഓപ്പറേറ്റർ ആ ഭൂമിയിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ആ ഡയലോഗ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വന്നത് നേരെ പ്രൊഡക്ഷൻ മിക്സറിന്റെ അടുത്തേക്കാണ്. അയാള് ഗംഭീരമായിട്ട് ആ സാധനം റെക്കോർഡ് ചെയ്ത് അത് ഡയലോഗ് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് കൊടുത്ത് അയാൾ വൃത്തിയായിട്ട് അത് എഡിറ്റ് ചെയ്ത്, ഇനിയിപ്പോ ഏതെങ്കിലും ഡയലോഗ് കിട്ടിയില്ല അത് നേരെ ADR ചെയ്യാനായിട്ട് സ്റ്റുഡിയോ പോയി അവിടെ നിന്ന് അയാൾ വൃത്തിക്ക് അത് റെക്കോർഡ് ചെയ്ത്, സൗണ്ട് ഡിസൈനർ കറക്റ്റ് ആയിട്ട് സൗണ്ട് ഡിസൈൻ ചെയ്ത്, ഫോളോ ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ട് ഫോളോ ചെയ്ത്, ഇതെല്ലാം ചെയ്ത് മ്യൂസിക് ഒക്കെ ചെയ്ത് നമ്മുടെ കൈ കൊണ്ടുവന്ന് അങ്ങനെ ഒരു ചർച്ചയിലൂടെയാണ് നല്ല സൗണ്ട് ഉണ്ടാവുന്നത്. അവസാനമാണ് എന്റെ കയ്യിലേക്ക് വരുന്നത്. അവിടെയാണ് പിന്നെ ഒരു പൊളി പൊളിക്കുന്നത്. ആ പൊളിയിലാണ് സംഭവം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മള് മാത്രം ചെയ്തുകൊണ്ട് മാത്രമല്ല, എല്ലാവരും നമ്മുടെ കൂടെ വർക്ക് ചെയ്യണം. അതായത് നമ്മൾ മാത്രം നന്നായി പോലെ സമൂഹം എല്ലാവരും വേണമല്ലോ. പഠിക്കാൻ എത്ര? എടാ ഇതിപ്പോ എന്റെ കാര്യം ഞാൻ പഠിച്ചിട്ടില്ല, ഈ സംഭവം ഞാൻ പഠിച്ചിട്ടില്ല. അല്ലെന്ന് ഇത് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ കാര്യമായിട്ട് പറയാം, ഞാൻ ബേസിക്കലി ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിപ്ലോമയാണ്. പ്രീ-ഡിഗ്രി പഠിച്ചിട്ട് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിപ്ലോമക്ക് പോയി, അത് ഉഴപ്പി പണ്ടറടക്കി. പിന്നെ ഏതൊക്കെയോ കാലത്തിൽ ഇങ്ങനെ വന്ന് ഗാനമേളക്ക് മറ്റേ കമ്പോസറൊക്കെ വായിക്കാൻ പോയി, അങ്ങനെയല്ല അത് എത്തിയത്. ഇത് മറ്റേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നും പഠിച്ചിട്ടില്ല, ഇതുവരെ പഠിച്ചില്ല. സ്റ്റിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഐ അപ്രീഷിയേറ്റ്. താങ്ക് യു.
അതല്ലേ ഫസലിന്റെ ഈ വർക്കില് ഇങ്ങനെ ഹൃദയത്തോട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ വർക്ക് ചെയ്താണ് എന്ന് വിളിക്കല്ലേ മച്ചാനെ മച്ചാന്റെ ആ വർക്കില് ഉള്ളിത്തട്ടി അതായത് ഹൃദയത്തിന്റെ അകത്ത് കിടക്കുന്ന ഇപ്പോഴും ഇങ്ങനെ വെരിപിരി കൊള്ളുന്ന വർക്ക് ഏതാണ് ചെയ്തത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 വർക്കുകളാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട വർക്ക് ഒന്ന് നൻപകൽ നേരത്ത് മയക്കം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വർക്കാണ്. എനിക്ക് അതിനകത്ത് ഇപ്പോഴും എന്തൊക്കെയോ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളൊരു തോന്നല് ഒക്കെ എനിക്ക് എപ്പോഴും ഇടയ്ക്കിങ്ങനെ വരാറുണ്ട്. ആ പടം എനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് വാലിബൻ. വാലിബൻ അടിപൊളി സിനിമയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ സൗണ്ടിങ് അതിന്റെ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അല്ല ഇത്ര ഇതില് ഇമോഷണൽ അല്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടോടെ ആലോചിക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര പിന്നെ അത് പ്രേക്ഷകർ ഏറ്റെടുത്തില്ല എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. പക്ഷെ നമുക്ക് ഭയങ്കര എനിക്ക് ഇപ്പോഴും അത് അതിന്റെ ഒരു പരിപാടികൾ എനിക്ക് ഭയങ്കര. എങ്ങനെയാണ് ലിജോ സമീപിച്ചത്? അതെങ്ങനെ അങ്ങനെ ലിജോ ആയിട്ട് പിന്നെ ചുരുളിയിൽ വെച്ചിട്ടുള്ള അല്ല ഈ വാലിബന്റെ മ്യൂസിക് എല്ലാ പടത്തിലും ഡിസ്കഷനും ചർച്ചകളും തല്ലെടുത്തൊക്കെ ഉണ്ടാവും. അത് ഇതിനകത്തുണ്ടായിരുന്നു. ലിജോട്ട് തല്ലെടുത്തോണ്ടായിരുന്നു. എല്ലാവരോട്ട് തല്ലുപിടിക്കുമല്ലോ ഞാൻ. അത് അല്ല ക്രിയേറ്റീവ്ലി നമ്മൾ ഡിസ്കഷൻ വരുമ്പോ സിനിമകൾ ചെയ്യുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രോജക്റ്റിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് വേണം ഞാൻ പറഞ്ഞത്. കാരണം നന്നാവുള്ളൂ. അല്ല നമ്മൾ ഈ പറഞ്ഞ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും മോശം ചെയ്യുമല്ല. അങ്ങനെ മോശം ചെയ്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല മോശം ഇപ്പൊ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോ അതിനകത്ത് ഒരു സീനില് ചില സീനുകൾ പല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യും. പിന്നെ ഞാൻ ചുരുളിയില് ഞാനും ലിജോ കൂടി ഒരു സീൻ അത് ഭയങ്കര കോമഡിയാ. ഞങ്ങള് ഗംഭീരമായിട്ട് ഞങ്ങൾ നിന്നൊക്കെയാണ് മിക്സ് ചെയ്യണത്. അതൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ മിക്സ് ചെയ്ത് ലാസ്റ്റ് ശരി അടിപൊളിയായിട്ടാ നമുക്കൊരു കാര്യം നമുക്ക് ചായ പിടിച്ചാലോ ചായ പിടിച്ച് ഞങ്ങൾ അപ്പുറത്ത് ചായ പിടിച്ച് വന്നിട്ട് ആ സീൻ കേട്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാളായിട്ട് പാടില്ല. ഒരു വാക്ക് കൊള്ളൂല. അത് ഞാൻ വെറുതെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്ത് വെച്ചേക്കണേ, നീ എന്താണ് ചെയ്തേക്കണം. എന്നിട്ട് പിന്നെ അത് മൊത്തം ഡിലീറ്റ് ചെയ്ത് പിന്നെ വേറെ സീൻ ചെയ്ത്. അല്ല അങ്ങനത്തെ സംഭവം അല്ലല്ല നമ്മള് ഫൈനൽ ജഡ്ജ്മെന്റ് നമ്മളിപ്പോ ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് ക്രിയേറ്റിവിറ്റി പരിപാടികളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ അപ്രൂവലിലേക്ക് വരുള്ളൂ. തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നി ഞാൻ പോകില്ല തിയേറ്ററിൽ പോയി കാണൂല. ഞാൻ പോയി മോശമല്ല. ഒന്നാമതല്ലേ ഈ ഞാൻ ചെയ്ത സിനിമകൾ തന്നെ നമുക്ക് ഒന്നാമത്തേലും ഒരു സിനിമ കംപ്ലീറ്റ്ലി നമ്മൾ സാറ്റിസ്ഫൈ ആയിരിക്കും. ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മളിത് ചെയ്തിട്ട് വലിയ സ്ക്രീനിൽ നമ്മളിത് പോയി കാണുമ്പോൾ നമുക്ക് പിന്നെയും ടെൻഷനാണ്. അയ്യോ ഇത് കുറച്ചുകൂടി നന്നാക്കായിരുന്നു, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എല്ലായിരുന്നു വേണ്ടത്, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നത്. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ പോകില്ല. മറ്റുള്ളവർ ചെയ്യണ പടം പോയി കണ്ട് നമ്മൾ കുറ്റം പറയും. അതെ വേറെ കാര്യം, ഈ ചുരുളിയില് നമ്മൾ കേൾക്കാത്ത തെരുവല്ലോ ഒത്തിരി സാധനങ്ങളുണ്ട്, ഒരുപാട് സാധനങ്ങൾ. അത് കട്ട് ചെയ്ത് കളഞ്ഞു വെച്ചാൽ അത് ചുരുളി ശരിക്കും ഒരു 10-20-25 എഡിറ്റുകളും ഉണ്ട്. എഡിറ്റുകൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് പോയതാണ്. ഒത്തിരി നല്ല മൂവ്മെന്റ്സ് ഉണ്ട്, കേൾക്കാത്ത തെറികളല്ല. തെറികൾ പറയാത്ത ആരാണോ? ഇല്ലേ? നീ പറയൂലേ? ഞാൻ പറയും തെറി പറയുന്നു. എന്റെ മക്കളോട് ഞാൻ തെറി പറയുന്നു പറയാൻ പറ്റുമോ? പബ്ലിക്കിൽ പോയി പറയാൻ പാടില്ല, കൂട്ടുകാരെടുത്ത് പറയാം. പബ്ലിക്കിൽ പോയി പറയാൻ പാടില്ല. സമൂഹത്തിൽ അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ അവരെന്തൊക്കെ പറയണത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിക്സിംഗ് സമയത്ത് അങ്ങോട്ട് തെറിവിളി ഉണ്ടായിരുന്നു. അത് ഭയങ്കര തെറിവിളിയായിരുന്നു. ഇത് കണ്ടേ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയായി പോകും. തെറിയൊക്കെ പറയും. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ ഒരു പരിപാടിയിലേക്ക് ഇങ്ങനെ സജീവമായിട്ട് എത്തിച്ചേർന്നത്? പറഞ്ഞില്ല, സജീവമായിട്ട് പറഞ്ഞാൽ നമ്മളൊന്നും പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. ഈ ഒരു ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ വേണം, ഇങ്ങനെ വരണം, ഇതൊന്നും പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടില് വാപ്പ പുറത്തായതുകൊണ്ട് പണ്ട് തൊട്ടേ 286 എന്ന് പറഞ്ഞ മെഷീൻ, പണ്ടത്തെ മോണോക്രോം കമ്പ്യൂട്ടർ വരെ അന്ന് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് കമ്പ്യൂട്ടറോട് ടേസ്റ്റ് വന്ന് കമ്പ്യൂട്ടർ പഠിച്ച്, പിന്നെ അതിൽ നിന്ന് ഫ്രൂട്ടി ലൂപ്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു, അത് പഠിച്ച് അങ്ങനെ സൗണ്ടിന്റെ തന്നെ അതൊക്കെ തന്നെ അങ്ങനെ പഠിച്ച് പിന്നെ മ്യൂസിക്കിലായിരുന്നു. പിന്നെ കുറെ നാൾ റെക്കോർഡിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ, പിന്നെ കുറെ നാൾ റിതം പ്രോഗ്രാമർ ആയിരുന്നു. കുറെ കാസറ്റുകൾ റിതം പ്രോഗ്രാം ചെയ്ത് അങ്ങനെ ഒരു ഫൈനൽ ഒരു എൻഡ് എന്നുള്ള രീതിയിൽ പിന്നെ റേഡിയോ മാംഗോയില് പൊളിച്ച് റേഡിയോ മാംഗോക്ക് ഒരുപാട് ഒത്തിരി ആ ഒരു കരിയർ അത്രയും നമ്മളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ടും ഇപ്പൊ ഷാന്റെ മറ്റേ പ്രൊമോ ചെയ്തിട്ട് പോലും അതും ഒരു സിനിമ തന്നെയാണല്ല. നമ്മള് വിഷ്വൽ ഇല്ലാന്നുള്ളൂ, സൗണ്ട് അപ്പോഴും നമ്മൾ ചെയ്യണമല്ലോ. അതൊക്കെ ഭയങ്കരമായിട്ട്
സാധിച്ചിട്ടുണ്ട്. ഫസൽ എന്ന് പറയുന്ന ആ സൗണ്ട് മിക്സർ ഇരിയാൻ സാധിച്ചിട്ടുണ്ട് റേഡിയോ മാഗോ അല്ലേ? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാലേ നമ്മള് ഇപ്പൊ എന്റെ മക്കള് ഇപ്പൊ അവർ ഇന്നതാവണം എന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക, കറക്റ്റ് വിദ്യാഭ്യാസം കൊടുക്കുക, അവരെന്തെങ്കിലും ആവണമെങ്കിൽ. ഫസലിന്റെ ചെറുപ്പത്തിൽ അങ്ങനെ ആഗ്രഹം എനിക്ക് ഇല്ല, ഞാൻ അന്നും ഈ പറഞ്ഞ പോലെ പാട്ട് കേൾക്കാനായിട്ട് എന്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. പാട്ട് കേൾക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ടാവല്ലോ നമുക്ക്. അതുണ്ടായിരുന്നു, മ്യൂസിക്കിനോടൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ റൂട്ടിൽ തന്നെ പിന്നെ സ്റ്റിക്ക് ചെയ്ത് നിക്കാന്നുള്ളതാണ് അതിലത്. നമ്മൾ എന്താണോ അതിലത് നിക്കാം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിൽ നിക്കാം. അപ്പൊ അത് ശരിയായിക്കോട്ടെ, സെറ്റ് ആയിക്കോളും. നമ്മളിപ്പോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മിക്സ് ചെയ്ത് സാധനം നമ്മൾ തിയേറ്ററിൽ പോയി നമ്മൾ കേൾക്കുമല്ല, അപ്പൊ എന്ത് തോന്നുന്നു? സങ്കടം തോന്നാറുണ്ടോ ചിലപ്പോ? എന്താ സംഭവം എന്ന് വെച്ചാല്, ഒന്നാമതിൽ നമ്മളിരിക്കുന്ന സ്പേസ് നമ്മള് മാസത്തിൽ ഒരിക്കലും നമ്മൾ കാലിബ്രേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും തിയേറ്ററിലുള്ള ചേട്ടന്മാര് അവിടുത്തെ മറ്റേ സാബു ചേട്ടൻ, ബിബി ചേട്ടൻ, ഇവരൊക്കെ ഉണ്ടല്ലോ, കറക്റ്റ് ഓപ്പറേറ്റ് ചെയ്യണം, കറക്റ്റ് വോളിയം വെക്കാതെ ഈ സൗണ്ട് ആരും കേൾക്കൂല. അതിനൊരു കണക്കുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുന്ന ഒരു കണക്കുണ്ട്, അവര് ഇത് പ്ലേ ചെയ്യുന്ന ഒരു കണക്കുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ. ശരിക്കും പ്രൊഡക്ഷൻ അത് പറഞ്ഞ് അത് അതിന്റെ പുറകെ നടക്കണം. പക്ഷെ അങ്ങനെ ആരും ചെയ്യാറില്ല. പക്ഷെ ഒരു റൈറ്റ് വോളിയത്തിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോ അവിടെ നിൽക്കുന്ന ഓപ്പറേറ്റേഴ്സ് ഒരു റൈറ്റ് സെൻസ് ഉള്ള ഒരാളാണ്, അയാള് കറക്റ്റ് ആയിട്ടുള്ള സെൻസിൽ ഓക്കെ ഇതിന്റെ വോളിയം കുറവാണ്, ഇത് ഇങ്ങനെയാണ് സൗണ്ട് ചെയ്യേണ്ടത്, അപ്പൊ ഒരു റൈറ്റ് വോളിയത്തിൽ അയാൾ അത് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ തിയേറ്ററിലും നന്നായിട്ട് സൗണ്ട് ചെയ്യും. അല്ല, നമ്മളിപ്പോ തിയേറ്ററിൽ പോയിട്ട് സൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ നേരെ പോയി പറയോ ചേട്ടാ സൗണ്ട് പറഞ്ഞു? എന്റെ സിനിമകളിൽ ഞാൻ എന്തായാലും ഞാൻ പറയും. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലെല്ലാം ഞാൻ ഇപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, ഞാൻ ഓപ്പറേറ്റേഴ്സിന്റെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കൂട്ടിവെക്കാനും നമുക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാവും. പിന്നെ എന്റെ മിക്സ് ആണെന്ന് അറിയുമ്പോ എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ച് പേരത് അങ്ങനെ ചെയ്യാറുണ്ട്. ശരിക്കും അത് പ്രൊഡക്ഷൻ ഇനീഷ്യേറ്റീവ് എടുത്ത് എല്ലാ തിയേറ്റേഴ്സിലും ഒരു ലെറ്റർ എങ്കിലും കൊടുക്കണം. നമ്മള് ഇന്ന ഇതിനകത്താണ് മിക്സ് ചെയ്തേക്കുന്നത്, ഇന്ന ഇതിനകത്ത് പ്ലേ ചെയ്യണം. ഇപ്പൊ പുതിയ അവതാർ അങ്ങനെയുള്ള എല്ലാ സിനിമകളിലും അവര് സർക്കുലർ ഇറക്കാണ്ടല്ലോ. സിനിമകളിലൊക്കെ അതിന്റെ പ്രൊജക്ഷൻ റേഷ്യോ ഇത്രയാണ്, അല്ലെങ്കിൽ ഇത്രയും അതിന്റെ ബ്രൈറ്റ്നസ് ഇത്ര വേണം, സൗണ്ട് ലെവൽ ഇത്ര വേണം എന്ന് അവര് എല്ലാ സ്ഥലത്തും കൊടുക്കാറുണ്ടല്ലോ. അതൊക്കെ ചെയ്യണ്ടായിരിക്കും. പിന്നെ പുതിയ തിയേറ്റേഴ്സിൽ പുതിയ പിള്ളേരൊക്കെ അല്ലേ എല്ലാവരും. പിന്നെ ഈ എന്താണ് സൗണ്ട് എന്ന് പറയുന്നത്? ഒരു മിക്സിംഗ് എഞ്ചിനീയർ വേണമെന്നല്ല, നമ്മള് ഇപ്പൊ മിക്സിംഗ് എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം എവിടെ ചെന്നാലും നമ്മള് ഒന്ന് കാത് കൊടുത്ത് നിൽക്കും. ആ എൻവയോൺമെന്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ശ്രദ്ധിക്കും. ഇപ്പൊ എന്റെ കയ്യിൽ SPL മീറ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിൽ അതിനുള്ള ആപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് ഞാൻ ചെല്ലുമ്പോൾ ഇപ്പൊ എന്റെ ഫോണിൽ ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ ആപ്പിൽ ഞാൻ ആ ആപ്പ് നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് നമ്മൾ ഷോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോട്ടിൽ നമ്മൾ വൈഡ് ആണ് വെക്കണമെങ്കിലും ക്ലോസ് ആണെങ്കിലും ആ ഷോട്ടിൽ എത്രയാണ് SPL എന്ന് കാണിക്കും. അപ്പൊ നമ്മൾ ശരിക്കും ഒരു റിയൽ സ്പേസിലേക്ക് ഇപ്പൊ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു സിനിമ നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ ആ റിയൽ ആയിട്ടുള്ള ആ സാധനത്തിലേക്ക് എത്തിക്കാനാണല്ലോ നോക്കണം. അപ്പൊ നമ്മളിത് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഒരു സ്റ്റാൻഡ്, ഒരു ബസ് സ്റ്റാൻഡാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നത്, ഇവിടെയൊക്കെ എന്താണ് ഒരു ഷോട്ടിൽ വന്ന SPL എത്രയാണ്. അപ്പൊ ആ SPL നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. ഓക്കെ, അവിടെ ഒരു 75, 85 അതിന്റെ സൗണ്ട് പ്രഷർ ലെവൽ അത്രയും എത്ര ത്രോ ഉണ്ട് ആ സൗണ്ടിന്. ഇപ്പൊ പെട്ടെന്നൊരു ഓൺ അടിക്കുമ്പോൾ അത് എത്രയിലേക്ക് പോകും. ഇപ്പൊ ഒരു ഓൺ പെട്ടെന്നൊരു ക്ലോസ് ഷോട്ടിൽ ഒരു ഓൺ വന്നു കഴിഞ്ഞാൽ അത് എത്ര ലൗഡ് ആയിട്ട് ആ ഓൺ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്റെ കളക്ഷൻസ് ഒക്കെ കളക്ട് ചെയ്യാറുണ്ട്. പഠിക്കല നമ്മൾ എവിടെയെങ്കിലും ഒരു സ്പെഷ്യൽ സ്ഥലങ്ങളിൽ, ഇപ്പൊ നമ്മൾ ഉത്സവപ്പറമ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഗാനമേള അടക്കണം, നമ്മൾ ക്ലോസ് റേഞ്ചിൽ നിന്നിട്ട് നമ്മൾ ആ മീറ്റർ നോക്കും. ഓക്കെ, ഇവിടെ ഒരു 100 dB ഉണ്ട്. അപ്പൊ ഒരു സിനിമയിൽ നമ്മൾ DB എന്ന് പറഞ്ഞ ഡെസിബൽ. അപ്പൊ നമ്മളിങ്ങനെ ക്ലോസ് റേഞ്ചിൽ, ഇനി നമ്മൾ കുറച്ച് ഫാർ അവേ പോയിട്ട് നമ്മൾ വളരെ ലോങ് ഷോട്ടിൽ നമ്മൾ നോക്കും. അപ്പൊ അവിടെ എത്രയാണ് ആ SPL വന്നത്. അപ്പൊ നമ്മൾ ആ ഷോട്ട് മാറുന്നതനുസരിച്ച് നമ്മൾ അതനുസരിച്ച് നമ്മൾ ഇത് ചെയ്യും. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്, ഐ അപ്രീഷിയേറ്റ് യു. രണ്ട് അപ്രീസിയേഷൻ ആയിപ്പോ ഇതെങ്ങനെയാണ് ഈ സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്? ഇതിപ്പോ ഇവിടെ എന്റെ സ്റ്റുഡിയോ ശരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ DTSX സ്റ്റുഡിയോ ഉണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു DTSX സ്റ്റുഡിയോ ഉള്ളൂ, അതെന്റെയാണ്. അത് എങ്ങനെ അവര് വന്നത് അപ്രൂവൽ US നിന്നായിരുന്നു. അല്ല, ഇതിപ്പോ ശരിക്കും 16 സ്പീക്കറേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോ ഒരു 64 സ്പീക്കർ വരെ ട്രാൻസ്ലേഷൻ കറക്റ്റ് ആയിട്ട് പോകും. അവര് വന്ന് സർട്ടിഫിക്കറ്റ് തന്നാണ്.